നിങ്ങളൊക്കെ ഇവിടെ പോയിട്ടുണ്ടോ? പോയിട്ടുണ്ടെങ്കിൽ ഇതിന് എത്ര പടികളുണ്ടെന്ന് കമൻ്റായിട്ട് പറയണേ. ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണുമോ? ഇഷ്ടപ്പെട്ടാൽ കൂടെ കൂട്ടണേ. ഇന്നത്തെ യാത്ര ഞങ്ങളെ ചെന്നെത്തിച്ചിരിക്കുന്നത് കോവളം ലൈറ്റ് ഹൗസിൻ്റെ മുന്നിലാണ് കേട്ടോ. കുറേ ദിവസമായിട്ട് ഇവിടെ പോകാൻ വേണ്ടിയിട്ട് നോക്കുന്നു. ഈ പോയതിൻ്റെ തലേദിവസം ഒന്ന് പോയി, ടൈം കഴിഞ്ഞതുകൊണ്ട് കയറാൻ പറ്റില്ല. ഇവിടെ പോകേണ്ട സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 5 മണിക്ക് മുന്നേ ഈ സ്പോട്ടിലെത്തണം. എങ്കിൽ മാത്രമേ ഇതിനകത്തേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങളൊരു 3 തവണ പോയി. 3-ാമത്തെ തവണയാണ് നമുക്കിതിനകത്ത് കയറാൻ പറ്റിയത്. അതുവരെ നമുക്കിതിനകത്ത് കയറാൻ പറ്റിയില്ല, കാരണം ടൈം ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ എത്ര പേര് ലൈറ്റ് ഹൗസ് കണ്ടിട്ടുണ്ട്? എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ. ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളവരൊക്കെ പറയണേ. എനിക്ക് വളരെയധികം നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമുക്ക് ആ ഒരു വിഴിഞ്ഞം, കോവളം ആ ഏരിയ ഫുള്ളായിട്ട് ഇതിന് മുകളിൽ നിന്ന് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ മോൾക്ക് ഇത് കാണാനുള്ള ഒരു കൗതുകത്തിലാണ് അവൾ ചാടിത്തുള്ളി നടക്കുന്നത്. അവൾക്ക് അതിനകത്ത് കയറുന്നതിനെക്കാട്ടിൽ പാർക്കിൽ കളിക്കാൻ പോകണം. അതിനകത്തിലൊന്ന് വേഗം കയറിയിട്ടിറങ്ങി പാർക്കിൽ കളിക്കണം. അപ്പോൾ നമുക്ക് ഈ ലൈറ്റ് ഹൗസിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞാലോ? തിരുവനന്തപുരം ജില്ലയിൽ കോവളം കടൽ തീരത്തിനടുത്തുള്ള ഒരു ലൈറ്റ് ഹൗസ് അഥവാ വിളക്കുമാടമാണ് ഇത്. 1972 ജൂൺ 30-നാണ് ഇത് പ്രവർത്തനം ആരംഭിച്ചത്. നിലവിലുള്ള ലൈറ്റ് ഹൗസ് സ്ഥാപിക്കുന്നതിന് മുമ്പ് ഇവിടെ ദിശാസൂചകമായി ദീപങ്ങൾ ഒന്നും പ്രവർത്തിച്ചിരുന്നില്ല. പകൽ സമയം ദിശയറിയാൻ സഹായിക്കുന്ന ഒരു കൊടിമരം ഇവിടെ 18-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ 19-ാം നൂറ്റാണ്ടിൽ തുറമുഖം ഉപേക്ഷിക്കപ്പെട്ട നിലയിലായിരുന്നു. 1925 ഒരു ദീപം അടുത്തുള്ള ക്ലോച്ചിൽ സ്ഥാപിക്കുകയുണ്ടായി. അതേ തുടർന്ന് വിഴിഞ്ഞം തുറമുഖത്തും പകൽ സമയത്ത് ദിശാസൂചകമായ ഒരു ബിക്കൺ സ്ഥാപിക്കപ്പെട്ടു. ഏതാണ്ട് 36 മീറ്റർ ഉയരമുള്ള സ്തംഭമാണ് ലൈറ്റ് ഹൗസ്. ഇതിനുള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുന്നത് ചെരുപ്പുകൾ പുറത്ത് അഴിച്ചു വെച്ചിട്ടാണ്. സിലിട്ടൺ ആകൃതിയിലുള്ള ലൈറ്റ് ഹൗസിന് ചുവപ്പും വെളുപ്പും നിറമാണ് പൂശിയിട്ടുള്ളത്. മെറ്റൽ ഹവാലൈഡ് ദീപവും ഡയറക്റ്റ് ഡ്രൈവ് മെക്കാനിസവുമാണ് ഇതിനുള്ളത്. എന്നാൽ 2003 ഏപ്രിൽ 30-ന് പ്രകാശ സ്രോതസ്സിന് മാറ്റം വരുത്തിയിരുന്നു. കാലിൻ്റെ മുട്ടിന് വേദനയുള്ളവരൊന്നും വിഷമിക്കേണ്ട, നടന്നു കയറാൻ പറ്റാത്തവരും വിഷമിക്കേണ്ട. ഇതിന് മുകളിലേക്ക് നമുക്ക് കയറണമെങ്കിൽ ലിഫ്റ്റ് ഉണ്ട്. ആ ലിഫ്റ്റ് വഴി ഇതിൻ്റെ ഏറ്റവും മുകളിലെ പോയിന്റിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കും കേട്ടോ. അങ്ങനെയും നമുക്ക് കയറിപ്പോവാം. ഇല്ലാത്തവർക്ക് ഇതുപോലെ നടന്നും കയറിപ്പോവാം കേട്ടോ. ഞങ്ങൾ നടന്ന് തന്നെയാണ് കയറിയത്. ഇതിന് എത്ര പടികളുണ്ടെന്നും ഞാൻ എണ്ണുകയും ചെയ്തു. ആ പടികൾ എത്രയുണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? അറിയാവുന്നവർ കമൻ്റായിട്ട് പറയണേ. ലൈറ്റ് ഹൗസിൻ്റെ പ്രത്യേകതകൾ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ചെറിയ ചെറിയ കിളിവാതിലുകളുണ്ട്. അതിലൂടെ നോക്കുമ്പോൾ നമുക്ക് വിശാലമായ ഒരു കടലിൻ്റെ വലിയൊരു കാഴ്ച തന്നെ കാണാം. അതിമനോഹരമായ നീണ്ടു നിവർന്ന് കിടക്കുന്ന ഒരു കടൽ. അങ്ങനെ ഒരു വിശാലമായ കാഴ്ച നമുക്ക് കാണാൻ പറ്റും കേട്ടോ. തെങ്ങും തോപ്പുകളും ഒക്കെ ആയിട്ട് ഇത് ലൈറ്റ് ഹൗസിൻ്റെ തന്നെ പറമ്പാണെന്ന് തോന്നുന്നു.
അതിന് താഴെ കടൽ വളരെ ശാന്തമായിട്ടൊഴുകുന്നു എന്ന് പറയാൻ പറ്റില്ല. കോവളത്തും വിഴിഞ്ഞത്തും ശംഖുമുഖത്തും ഒന്നും ബീച്ചില്ലാതായിരിക്കുന്നു. ബീച്ചേ ഇല്ല. അങ്ങനെ കേറി പോകുന്നു. ഇതിന് മുകളിലേക്ക് കയറണമെങ്കിൽ ഇച്ചിരി നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. കാരണം 3-4 പേരെ വെച്ച് മാത്രമേ കയറ്റുന്നുള്ളൂ. അതിന് മുകളിൽ നിൽക്കാനുള്ള സ്പേസ് അതുണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രമാണ് ഇവിടെ ആൾക്കാരെ മുകളിലോട്ട് അവർ കയറ്റി വിടുന്നത്. ആളുകൾ ഇറങ്ങിയതിന് ശേഷം മാത്രമേ മുകളിലോട്ട് ആളിനെ കയറ്റി വിടുന്നുള്ളൂ. ഞങ്ങളങ്ങനെ ഇതിൻ്റെ മുകളിൽ എത്തിപ്പെട്ടു. കാണാൻ മനോഹരമാണ്. അതിനകത്ത് നല്ല ചൂടായിരുന്നു. പുറത്തിറങ്ങുമ്പോൾ നല്ല അടിപൊളി ഒരു തണുപ്പ് അത് നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. ഇനി നിങ്ങളുള്ള കാഴ്ചകളൊക്കെ കണ്ടു. കപ്പൽ കാണാം. വിഴിഞ്ഞം പോർട്ട് അത് കാണാൻ പറ്റും. അവിടെ ഒരു 2 കപ്പൽ കിടപ്പുണ്ട്. അത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ദാ നോക്കിക്കോ, അവിടെ കണ്ടോ ഒരു കപ്പൽ വന്ന് തിരിഞ്ഞ് അതിനോട് ചേർക്കുന്നു. ചെറിയൊരു ബോട്ട് പോയിട്ട് ആ കപ്പലിനെ തിരിച്ച് കൊണ്ടുവന്ന് ഇപ്പം ഈ പോർട്ടിനടുത്തോട്ട് ചേർക്കും. കോവളം ബീച്ചിലേക്ക് എത്തുന്ന ഏതൊരാൾക്കും ഈ വിഴിഞ്ഞം ലൈറ്റ് ഹൗസിലേക്ക് നടന്നെത്താനുള്ള ദൂരം മാത്രമേ ഉള്ളൂ. ഈ വിഴിഞ്ഞത്തിനുള്ള ബീച്ചിലൂടെ തന്നെ, അതായത് കോവളത്തു നിന്നുള്ള ബീച്ചിലൂടെ തന്നെ നടന്ന് നമുക്ക് വിഴിഞ്ഞത്തെത്താവുന്നതാണ്. കൂടുതൽ ആർക്കും അറിയില്ല. പ്രത്യേകിച്ച് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും, ഞങ്ങൾക്കറിയില്ലായിരുന്നു. ആ ബീച്ചിൻ്റെ അടുത്ത് കാണുന്ന ആ ലൈറ്റ് ഹൗസ് വിഴിഞ്ഞത്തെ ലൈറ്റ് ഹൗസ് ആണെന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞ ദിവസം കൂടെയായിരുന്നു ഇന്ന്. ഞങ്ങൾ എന്തായാലും കുറേ സമയം അവിടെ കളിച്ചും ചിരിച്ചും സന്തോഷിച്ചും ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് കോവളം ബീച്ചിലേക്കാണ്. അവിടെ ബീച്ച് ആസ്വദിക്കാമെന്ന് പറഞ്ഞ് ചെന്നാൽ അവിടെ ബീച്ചെന്ന് പറയുന്നൊരു സംഭവമേ ഇല്ല. നമ്മളുടെ കോവളം ബീച്ചും ഈ വിഴിഞ്ഞം ലൈറ്റ് ഹൗസുമായിട്ട് ഇത്ര ദൂരമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞതിൽ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കണ്ടു നോക്കൂ. ഇത്രയും ദൂരം മാത്രമേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുതേ.